പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊള്ളുകയാണ്. മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക കഴിഞ്ഞ ദിവസം സമർപ്പിച്ചു കഴിഞ്ഞിരുന്നു. എന്താണ് പാലക്കാടിനെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് BJPയുടെ തീപ്പൊരി നേതാവ് ശോഭാ സുരേന്ദ്രൻ പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുള്ള ആ ഒരു ഘടകമാണ്. പാലക്കാട് മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പേരും ശോഭാ സുരേന്ദ്രൻ്റേത് തന്നെയാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥി നമ്മളുടെ കൂടെ ഇന്നിപ്പോൾ പുത്തൻപുലരിയിൽ ചേരുകയാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി കഴിഞ്ഞു. ഗുജറാത്ത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഒപ്പം എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് പോകുന്നത്? അത് വളരെ വലിയ ഒരു മെസ്സേജാണ്. കാരണം പൊതുസമൂഹത്തോട് ഭാരതീയ ജനതാ പാർട്ടി NDA പറയാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലെ BJPയുടെ വളർച്ച, സംഘപരിവാറിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ചരിത്രം ഉറ്റുനോക്കുന്ന ഒരു വളർച്ചയാണ്. 16ഓളം വരുന്ന സംസ്ഥാനങ്ങളിൽ നമുക്ക് സ്വന്തമായിട്ട് മുഖ്യമന്ത്രിമാരുണ്ട്. അപ്പോൾ ഇത്തവണ അഖിലേന്ത്യാ ലീഡർഷിപ്പ് ആണെങ്കിലും സംസ്ഥാന ഘടകമാണെങ്കിലും ഒക്കെ ജനങ്ങളോട് സംവദിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഒരു ഡബിൾ എൻജിൻ സർക്കാർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ ഡബിൾ എൻജിൻ സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് BJP ജനങ്ങളുമായി സംവദിക്കുമ്പോൾ അതിന് ആവശ്യമായ രീതിയിൽ എക്സ്പീരിയൻസ് സംസാരിക്കാൻ, കേരളത്തിലെ ജനങ്ങളുമായിട്ട് വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വളരെ വലിയ സംസ്ഥാനങ്ങളിൽ, ജനസംഖ്യാടിസ്ഥാനത്തിൽ വളരെ വലിയ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഇങ്ങോട്ടേക്ക് പറയുകയാണ്, ഞങ്ങൾ കേരളത്തിൽ BJP അധികാരത്തിൽ വരുന്നത് കാണാൻ ആഗ്രഹിക്കുന്നു. അതാണല്ലോ അതിൻ്റെ മെസ്സേജ്. മാത്രമല്ല ആ അധികാരത്തിൽ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വികസനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നലെയും അദ്ദേഹം പറയുകയുണ്ടായി, പാർട്ടി പ്രവർത്തകന്മാരുമായിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഒരു ഡബിൾ എൻജിൻ സർക്കാർ കേരളത്തിലുണ്ടാവണം. അത് പറയാൻ കാരണം അദ്ദേഹം വരുന്നത് ഗുജറാത്തിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലീഡറായിട്ടുള്ള ശ്രീമാൻ അമിത്ഷാജിയും അതുപോലെ തന്നെ ശ്രീ നരേന്ദ്രമോദിജിയും, കാരണം അദ്ദേഹത്തിൻ്റെ ലീഡർ എന്ന് പറയുന്നത് അവരെല്ലാം ഒരുമിച്ച് സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇവിടെ നിന്ന് എന്താണ് യഥാർത്ഥ വികസനം എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഗുജറാത്തിൽ പോയത് ശ്രീമാൻ അബ്ദുള്ള കുട്ടിക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് നമ്മൾ കാണുന്നത് അദ്ദേഹം ഈ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വികസന കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യാം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. ഇവിടെ നിന്ന് നമ്മളറിയാതെ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഒക്കെ ജനപ്രതിനിധികൾ രഹസ്യമായി ഗുജറാത്തിലൊക്കെ സന്ദർശിച്ച് തിരിച്ചു വരുന്ന ഒരു കാഴ്ച നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇന്ന് പാലക്കാട് കാണുന്നത് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന രണ്ടാമത്തെ സ്കൂളാണ് പാലക്കാടിലെ മോൻസ് സ്കൂൾ. ആ മോൻസ് സ്കൂളിൻ്റെ ഡിജിറ്റലൈസേഷൻ പോലും പൂർത്തീകരിക്കാൻ സാധിക്കാത്ത നീണ്ട 47 വർഷക്കാലത്തോളം ഈ പാലക്കാടിനെ പ്രതിനിധീകരിച്ച UDFൻ്റെ MLAമാരുണ്ടായിട്ടും ഇവിടെ വികസനം ഇന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. രണ്ട്, ഇവിടെ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു പദ്ധതിയും, തുടങ്ങി വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ്, നമ്മുടെ മുനിസിപ്പാലിറ്റി നഗരസഭ പോലും ഒരു വലിയ കെട്ടിടം നിർമ്മിച്ച് അത് ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി തുറന്നു കൊടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ ഇവിടുത്തെ ഒരു MLA ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ള വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും പ്രാവർത്തികമാക്കാൻ സാധിക്കാതെ ഇന്നും നമ്മൾ പറയില്ലേ, പഴയ ഭാർഗവീ നിലയങ്ങളായിട്ട് ചില കേന്ദ്രങ്ങളും പദ്ധതി പ്രദേശങ്ങളും മാറുകയാണ്. ഞാൻ ഇന്നലെ പഞ്ചായത്ത് പ്രദേശങ്ങളിലെ മാത്തൂരി, പിരായിരി, കണ്ണാടി ഭാഗങ്ങളിലൊക്കെ പോകാൻ എനിക്ക് രാവിലെ സാധിച്ചു. കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ അവിടെയായിരുന്നു. 80 കോടി രൂപ ചെലവാക്കിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എയ്ഡും വാങ്ങിയെടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള കുടിവെള്ള പദ്ധതി, ആ കുടിവെള്ള പദ്ധതിയിൽ ജനങ്ങൾക്ക് 1 ലിറ്റർ വെള്ളം പോലും എത്താത്ത രീതിയിൽ കാട് പിടിച്ച് ആ കുടിവെള്ള പദ്ധതിയുടെ പ്രദേശം കിടക്കുകയാണ്. അത് ഞാൻ മാധ്യമപ്രവർത്തകരുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നുണ്ട്, നിങ്ങളെയും അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നുണ്ട്. അപ്പം ഇവിടെ കുടിവെള്ളം അതില്ല, ദൗർലഭ്യത അത് എന്തുകൊണ്ട് വർദ്ധിപ്പിക്കാനുള്ള സംവിധാനത്തെക്കുറിച്ച് ഇവർ ചിന്തിക്കുന്നില്ല. ഇവിടെ ഒരു സ്കൂൾ അത് നവീകരിക്കാൻ വേണ്ടി ഇവർക്ക് സാധിക്കുന്നില്ല. നോക്കൂ, ഇവിടെ കോടിക്കണക്കിന് രൂപ, ഇന്നലെ തന്നെ ആ കണക്ക് പുറത്തു വന്നിട്ടുണ്ട്, PM ശ്രീ പദ്ധതിയുടെ കോടാനുകോടി രൂപ വേണ്ടെന്ന് വെക്കാൻ തീരുമാനമെടുത്ത ഒരു ഭരണകക്ഷിയും പ്രതിപക്ഷവുമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അപ്പോൾ ഇത്രയും വരുന്ന തുക ഇവിടെ അതിൻ്റെ വിഹിതം പാലക്കാടിലേക്കും പാലക്കാട് നിയോജകമണ്ഡലത്തിലേക്കും കിട്ടിയിരുന്നെങ്കിലോ മോൻസ് സ്കൂളിന് ഈ ഗതികേട് ഉണ്ടാവില്ലായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ രാഷ്ട്രീയ ചർച്ചകളിൽ നിന്ന് ഒളിച്ചോട്ടം നടത്തുകയാണ്. കാരണം ഇവർക്ക് വികസനം പറയാൻ സാധിക്കില്ല. കാരണം വികസനം പറയാനായിട്ട് ചൂണ്ടിക്കാണിക്കാൻ, ഇതാ ഈ കാര്യം ഞാൻ ചെയ്തു, ഈ കാര്യം ഞാൻ ചെയ്തു എന്ന് പറയാൻ പേപ്പറിലടിച്ച്
അല്ലെങ്കിൽ ഒരു നോട്ടീസ് തയ്യാറാക്കി ജനങ്ങളുടെ മുന്നിൽ കള്ളക്കണക്കുകൾ അവതരിപ്പിക്കാൻ പരിശ്രമിക്കുന്നു ഓരോ തെരഞ്ഞെടുപ്പിലും എന്നതൊഴിച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എയ്ഡിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് എന്ത് പദ്ധതിയാണ് കഴിഞ്ഞ കാലം എത്രയും മാത്തൂരിലെയും പിരായിരിയിലെയും കണ്ണാടിയിലെയും കർഷകന്മാർക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ഈ ജനപ്രതിനിധികൾ ചെയ്തത് എന്ന ചോദ്യം ചോദിക്കുകയാണ്. ഇടതുപക്ഷത്തിനും 20 വർഷത്തിലധികം ഇവിടെ സമയം കൊടുത്തല്ലോ. 20 വർഷത്തിലധികം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ഉണ്ടായിട്ടുള്ള പാലക്കാടിന് എന്ത് കിട്ടിയെന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഏറ്റവും കൂടുതൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് സാധ്യതയൊരുക്കേണ്ട ഒരു മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം. കാരണം ഇവിടെ സുവർണ്ണ കോറിഡോറിൻ്റെ ഭാഗമായിട്ട് വലിയ വലിയ റോഡുകൾ വരികയാണ്. നമ്മൾ തമിഴ്നാടുമായിട്ട് കേരളത്തെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കവാടമാണ് പാലക്കാട്. അങ്ങനെ ബന്ധപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട കവാടങ്ങളിൽ ഒന്നായിട്ടുള്ള പാലക്കാട് നിയോജക മണ്ഡലത്തിൻ്റെ വികസനം എന്താണ്? ആ വികസനം മുരടിപ്പിലാണ് എന്നുള്ളത് കൊണ്ടാണ്, ആ വികസന അജണ്ട ചർച്ച ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇടതുപക്ഷവും അത് LDFും UDFും ചർച്ച ചെയ്യുന്നത് മറ്റു പല കാര്യങ്ങളുമാണ്. ആ ഒരു സാഹചര്യം പാലക്കാട് നിയോജകമണ്ഡലത്തിൽ നിലനിൽക്കുകയാണ്. ഞങ്ങൾ ഇവിടുത്തെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുമായിട്ട് സംസാരിക്കുകയുണ്ടായി. ഇന്നലെ മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ ഒരു സമരമുണ്ടായിരുന്നു. ആ മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ നടന്ന സമരം എന്ന് പറയുന്നത് വിനോദിനിക്കുട്ടി കൈമുറിച്ചു മാറ്റപ്പെട്ട, അതായത് സർക്കാർ ഡോക്ടർമാരുടെ അലംഭാവം കൊണ്ട് ചികിത്സാ പിഴവ് കൊണ്ട് കൈമുറിച്ചു മാറ്റപ്പെട്ട വിനോദിനിക്കുട്ടി അവൾ അവിടെ റീത്ത് വെച്ചുകൊണ്ട് മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ, പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ സമരം ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ഞാനും എൻ്റെ പേനയിൽ ഞാൻ തന്നെ സ്വന്തമായി റീത്തിൻ്റെ മുകളിൽ പേരെഴുതിക്കൊണ്ട് ഒരു റീത്ത് അവിടെ സമർപ്പിക്കണം എന്നുള്ളത് സമരക്കാരുടെ ആവശ്യമായിരുന്നു. എന്തിനാണ് ആ റീത്ത് സമർപ്പിച്ചത്? അതുപോലെ അവസ്ഥയിൽ മരിച്ചിരിക്കുകയാണ് പാലക്കാടിലെ മെഡിക്കൽ കോളേജ്. ആ പാലക്കാടിലെ മെഡിക്കൽ കോളേജിനെ തിരുവനന്തപുരത്തിൻ്റെ മെഡിക്കൽ കോളേജിൽ നടക്കുന്ന, അവിടെയും ഗർഭിണികൾ പായ വിരിച്ച് താഴെ കിടക്കുകയാണ്. അവിടെയും ഓപ്പറേഷന് വേണ്ടി ചെല്ലുന്നവരെ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ സാധിക്കുന്നില്ല. അവിടെയും ആവശ്യത്തിന് ഡോക്ടർമാരില്ല, മരുന്നില്ല, നഴ്സുമാരില്ല. അവിടെയാണ് ഹാർട്ട് അറ്റാക്ക്, അതായത് ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ചെന്ന ഒരാളുടെ ശബ്ദരേഖ പുറത്തുവിട്ടതിന് ശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്ത് നമ്മൾ കണ്ടത്. അപ്പോൾ ഇങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നിലനിൽക്കുമ്പോഴും ഏതെങ്കിലും ചില ശസ്ത്രക്രിയകളെങ്കിലും കുറച്ചെങ്കിലും അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് അത് യാഥാർത്ഥ്യമാണല്ലോ. അപ്പോൾ ആ മെഡിക്കൽ കോളേജിനേക്കാൾ നന്നായി ഈ പാലക്കാട് മെഡിക്കൽ കോളേജിനെ ഉയർത്തുമെന്ന് പറഞ്ഞിട്ട് എന്തായി? മെഡിക്കൽ കോളേജിനെ കൊന്നില്ലേ? അപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ മരണം, അപ്പോൾ ആരോഗ്യ മേഖലയിലെ ഡോക്ടർമാരുമായി ചർച്ച ചെയ്തുകൊണ്ട് അതിനുവേണ്ടി വിദഗ്ധന്മാർ ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഒരു മാസക്കാലമായിട്ട് യാത്ര ചെയ്തുകൊണ്ട് ഇവിടെ നമ്മൾ സ്വന്തമായി പാലക്കാടിന് വേണ്ടിയിട്ട് ഒരു ആരോഗ്യ മാനിഫെസ്റ്റോ ഞങ്ങൾ പുറത്തിറക്കിയാണ്. അത് ഇപ്പോൾ നാളെയും മറ്റന്നാളുമായി ജനങ്ങളിലേക്ക് ഇറങ്ങും. അതിന് വലിയ വിശദമായിട്ടുള്ള ഒരു ചർച്ചയ്ക്കൊടുവിൽ എന്താണ് പാലക്കാടിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടത്, എന്തായിരിക്കണം മെഡിക്കൽ കോളേജിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. ഇപ്പോൾ പാലക്കാട് മെഡിക്കൽ കോളേജ് ചെയ്യുന്നത് റഫറൻസ് കേന്ദ്രമായിട്ട് മാറുകയാണ്. ഏത് രോഗത്തിന് അവിടെ ഒരു ഹാർട്ട് അറ്റാക്ക് രക്ഷയില്ല, അവിടെ ഒരു റുമാറ്റിക് ഫീവർ രക്ഷയില്ല, അവിടെ എന്തെങ്കിലും ഒരു വലിയ രോഗം ബാധിച്ചുകൊണ്ട് ചെല്ലുന്ന ഒരാൾക്കും ജീവന സുരക്ഷിതത്വമില്ല, സർജറികൾ നടത്താൻ ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻസുകളില്ല. ഇത് എന്തുകൊണ്ട് ഇത്ര കാലം ആ മെഡിക്കൽ കോളേജിനെ ഇവർ തകർത്തു എന്നുള്ള ചോദ്യമാണ്. മറ്റൊന്ന് കുടിവെള്ള പ്രശ്നമാണ്. ഇവിടെ നിന്ന് മലമ്പുഴയിൽ നിന്നാണ് പാലക്കാട്ടേക്ക് കുടിവെള്ളം കൊടുക്കുന്നത്. അപ്പോൾ ആ മലമ്പുഴയുടെ പ്രദേശത്ത് വളരെ അധികമായിട്ടുള്ള മാലിന്യ പ്രശ്നം നിലനിൽക്കുകയാണ്. അപ്പോൾ മാലിന്യ നിർമ്മാർജ്ജനം വ്യക്തതയോടുകൂടി നടത്താതെ മാലിന്യം കലർന്ന വെള്ളം, അതായത് അവിടെ കേരളത്തിലെ ഒരുവിധം ഹോസ്പിറ്റലുകളിലെ മുഴുവൻ വേസ്റ്റ് കൊണ്ടുപോയി അർദ്ധരാത്രിയിൽ അവിടെ വേസ്റ്റ് തള്ളുകയാണ്. മാധ്യമപ്രവർത്തകരൊന്ന് പരിശോധിച്ച് നോക്കണം. എന്നിട്ട് ആ മാലിന്യത്തിൻ്റെ ഒരു കേന്ദ്രമായി ഈ മലമ്പുഴയിൽ നിന്നുള്ള വരുന്ന വെള്ളം വേണ്ട രീതിയിൽ ശുചീകരിക്കപ്പെടാതെ അത് പാലക്കാടിലെ ജനങ്ങളെ കുടിപ്പിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. കൽപ്പാത്തി പുഴ ഒഴുകുന്നുണ്ട്. കാശിയിൽ പാതി കൽപ്പാത്തി എന്നാണ്. അതായത് ഏറ്റവും പുണ്യമായിട്ട് നിലനിർത്തേണ്ട പരിപാവനമായിട്ടുള്ള നമ്മുടെ നമാമി ഗംഗ പോലെ സംരക്ഷിക്കേണ്ട ഒരു പ്രദേശമാണ് കൽപ്പാത്തി. ആ കൽപ്പാത്തി പുഴയെ ഞാൻ നാളെ സംരക്ഷിച്ചു തരുമെന്ന് ഓരോ പ്രകടന പത്രികയിലും UDF പറയുകയും 15 കൊല്ലം തുടർച്ചയായിട്ട് അധികാരത്തിലിരിക്കാൻ ഈ അടുത്ത കാലത്ത് കോൺഗ്രസിന് സാധിച്ചു. 47 വർഷം കയ്യിൽ കിട്ടിയിട്ട് കാശിയിൽ പാതി കൽപ്പാത്തിയുടെ ഇന്നത്തെ മാലിന്യം എന്താണ്? എങ്ങനെയാണ് ആ കൽപ്പാത്തി പുഴയിൽ ഏതെങ്കിലും ഒരു സംസ്കൃതിയുടെ ഭാഗമായിട്ട്, അതായത് അവിടെ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഹിന്ദു മതവിശ്വാസിക്ക് അവിടെ പോകാൻ പറ്റുന്നുണ്ടോ? അതിനർത്ഥം ഹിന്ദു മതവിശ്വാസിയുടെ വിഷയങ്ങൾ മാത്രം ഏറ്റെടുക്കുമെന്നുള്ളതല്ല. എന്നാൽ നിലനിൽക്കുന്ന കാശിയോളം പരിപാവനമായിട്ടുള്ള ഒരു പുണ്യ നഗരിയെ കയ്യിൽ കിട്ടിയിട്ട് അവിടെ വേണ്ട രീതിയിൽ മാലിന്യ നിർമ്മാർജ്ജനം നടത്താൻ സാധിക്കാത്തവരുടെ നാടായിട്ട് ഈ പാലക്കാട് മാറുകയാണ്. കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യങ്ങളില്ല. അവർ സ്കൂൾ കഴിഞ്ഞാൽ
സ്കൂളിൻ്റെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. സ്കൂൾ കഴിഞ്ഞാൽ അവർ പോകുന്നത് കോയമ്പത്തൂരിലേക്കാണ്, അവർ തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു നേഴ്സിംഗ് അഡ്മിഷന് കുട്ടി പോകുന്നത് പുറം സ്റ്റേറ്റിലേക്കാണ്. അതുപോലെ തന്നെ ഏത് വികസനം നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും പാലക്കാട് അതൊന്നുമില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. അപ്പോൾ വികസനം ചർച്ച ചെയ്യാൻ ഭയപ്പെടുകയാണ് UDF-ഉം LDF-ഉം. അതുകൊണ്ടാണ് ഇവിടെ മറ്റു പല അജണ്ടകളും ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് ഞാൻ കരുതുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA നമ്മൾ ചർച്ച ചെയ്യുന്നത് പാലക്കാടിനെ ഞങ്ങൾ മാറ്റും, പാലക്കാടിൽ ഞങ്ങൾ വികസനമുണ്ടാക്കും. ആ വികസനത്തെ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളുടെ അഖിലേന്ത്യാ തലത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള പദ്ധതികൾ അത് പാലക്കാടിലേക്ക് വരുമ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഭരണം BJPക്ക് ഉണ്ടായിട്ടും ശ്വാസം മുട്ടിക്കുന്ന MLA-മാർ കഴിഞ്ഞ കാലത്തും ഇപ്പോഴും MLA-മാർ ഇനി പാലക്കാടിന് വേണ്ട എന്നുള്ള തീരുമാനം ജനങ്ങൾ ഏറ്റെടുക്കും. കാരണം അവർക്ക് പാലക്കാട് മുനിസിപ്പാലിറ്റി നമ്മൾ ഭരിക്കുന്നുണ്ട്, കേന്ദ്രം നമ്മൾ ഭരിക്കുന്നുണ്ട്, എയ്ഡ് തരാനായിട്ട് കേന്ദ്രം തയ്യാറാണ്. 300-ലധികം വരുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അവരുടെ ശോഭ നിയമസഭയിൽ പോവുകയാണെങ്കിൽ MLA-യുടെ ഫണ്ടിന് ഒരു ദൗർലഭ്യവും ഉണ്ടാകില്ല എന്നുള്ള ഒരു ചിന്ത മുഴുവൻ മനുഷ്യരുടെയും മനസ്സിലേക്ക് കടന്നെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലുപരിയായിട്ട് ഞാൻ മാത്തൂരിലെയും പിരായിരിയിലെയും കണ്ണാടിയിലെയും കർഷക ഗ്രാമങ്ങളാണത്. അവിടുത്തെ കർഷകന്മാരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ കർഷകർക്ക് വേണ്ടത് എന്താണ്? അവരുടെ ഉൽപ്പന്നത്തിന് വില കിട്ടണം. നെല്ല് കൊയ്ത് വിൽപ്പന നടത്തിയിട്ട് 2 മാസവും 3 മാസവും ആ നെല്ലിനെ വാങ്ങാൻ പോലും സാധിക്കാത്ത രീതിയിൽ പാടശേഖരങ്ങളിൽ കൂട്ടിയിടുന്ന ദയനീയമായിട്ടൊരു ദുസ്ഥിതി ഇവിടെ കാണുകയാണ്. കെട്ടിക്കിടക്കുകയാണ്. അവർക്ക് പണം കൊടുക്കുന്നില്ല. അവർക്ക് കൊടുക്കുന്ന ഒരു റെസീറ്റാണ്. എന്നെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നു, ഒരു വയസ്സായിട്ടുള്ള ആൾ മാത്തൂർ ഭാഗത്ത് വന്നു. അദ്ദേഹം ഒരു റെസീറ്റ് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ അത് മാധ്യമപ്രവർത്തകർക്ക് കൈമാറാൻ സാധിക്കും. വയസ്സായിട്ടുള്ള ഒരാളാണ്. മക്കളെല്ലാം തന്നെ വിദേശത്ത് ജോലിക്ക് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. ഈ നെല്ലിൻ്റെ വില കിട്ടാൻ വേണ്ടി ഈ വൃദ്ധനായിട്ടുള്ള മനുഷ്യനെ 4ഉം 5ഉം തവണ എവിടേക്കാണ് നടത്തുന്നത്? അദ്ദേഹം എന്നോട് പറഞ്ഞത് 10 രൂപ ഞാൻ ഇതുവരെ ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടില്ല. പക്ഷേ ശോഭാ സുരേന്ദ്രൻ, ഞാനിപ്പോൾ കടക്കാരനാണ്. കാരണം എനിക്ക് തരുന്ന ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനാണല്ലോ പറയുന്നത്. സ്വന്തം പാടശേഖരത്തിൽ തൊഴിലാളികളെ വെച്ച് അല്ലെങ്കിൽ സ്വന്തമായിട്ടോ അത്യധ്വാനം ചെയ്ത് നെല്ലുൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ ആ നെല്ല് വാങ്ങാൻ സാധിക്കാതെ, വിൽക്കാൻ സാധിക്കാതെ ബാങ്കിൽ നിന്ന് കടം തരുന്നത് പോലെ 10ഉം 15ഉം തവണ ക്യൂ നിന്ന് കഴിഞ്ഞാൽ മാത്രം നെല്ലിൻ്റെ വില കിട്ടുന്ന ഒരു നാടായിട്ട് മാറുമ്പോൾ ഇതിന് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർഷകരോട് ഞാൻ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് വേണ്ടി നിതാന്തമായിട്ടുള്ള പോരാട്ടം. അത് ക്യാബിനറ്റ് മിനിസ്റ്റർ ശ്രീമാൻ ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന് പറയുന്നത് എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ കൂടെ 5 പേരിൽ ഒരാളായിട്ട് മെമ്പർഷിപ്പ് ഡ്രൈവിൻ്റെ കൺവീനറായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ അദ്ദേഹവുമായിട്ട് നിരവധി തവണ കേരളത്തിലെ കാർഷിക മേഖലയിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ എനിക്ക് സാധിച്ചു. എന്നാൽ അന്ന് അദ്ദേഹം പറഞ്ഞത്, എന്തുകൊണ്ട് നിങ്ങളുടെ കേരളത്തിൻ്റെ കാർഷിക വകുപ്പ് മന്ത്രി ഒരു പ്രൊജക്റ്റ് പോലും തരുന്നില്ല എന്നാണ്. അപ്പം നാഫഡിൻ്റെയും നബാർഡിൻ്റെയും ഒക്കെ നിരവധിയായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് അത് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഔപചാരികതയുമില്ലാതെ കേന്ദ്രമന്ത്രിയെ കാണാൻ സാധിക്കുന്ന ശോഭ പോയാൽ പോരെയെന്ന് ആ മാത്തൂരിലെയും കണ്ണാടിയിലെയും പിരായിരിയിലെയും കർഷകന്മാർ ചിന്തിക്കില്ലേ? അങ്ങനെ ഒരു സാഹചര്യം കൂടി പാലക്കാടിലും കേരളത്തിലും ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഇവിടെ BJPയുടെ മത്സര രംഗത്ത് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകൾ എല്ലാവരും തന്നെ ആ ഒരു നിയോജക മണ്ഡലത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ആളുകളല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ടോളമായി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. ജനങ്ങൾക്ക് വേണ്ടി സമര പോരാട്ടത്തിൽ നിൽക്കുന്നവരാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ആറ്റിങ്ങലിൽ പോയി ഒരു കേസിൽ ജാമ്യമെടുത്ത് തിരിച്ചു വരേണ്ട ഒരു സാഹചര്യം എനിക്കുണ്ടായത്. മലപ്പുറം ജില്ലയിലെ വലിയൊരു സമരത്തിന് ജനങ്ങൾക്ക് വേണ്ടി നേതൃത്വം കൊടുത്തതിന് ശേഷം 10 വർഷക്കാലം മുമ്പ് നടന്ന ഒരു സമരത്തിൽ ഇപ്പോൾ വീണ്ടും ഒരു വാറണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് ഇന്നലെ ഒരു വിളി വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും നാളെ കോടതിയിലേക്ക് പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അവർ കാണുന്ന, പാലക്കാടിലെ ജനങ്ങൾ കാണുന്ന ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അത് കോൺഗ്രസ്, മാർക്സിസ്റ്റ് പാർട്ടി എന്നൊന്നും വ്യത്യാസമില്ലാതെ ഏതൊരു ആൾക്കും ശോഭാ സുരേന്ദ്രനെ സമീപിക്കാം. അവരുടെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഒരു വ്യക്തി ഇവിടെ മത്സര രംഗത്ത് നിൽക്കുമ്പോൾ സംസ്ഥാന ഘടകത്തിൽ നിന്ന് കിട്ടേണ്ട എല്ലാ മെറിറ്റും അത് പാലക്കാട് നിയോജകമണ്ഡലത്തിലേക്ക് കിട്ടുമെന്നും ദേശീയ തലത്തിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും അത് ചർച്ച ചെയ്തുകൊണ്ട് കൊണ്ടുവരാൻ ശോഭയ്ക്ക് സാധിക്കുമെന്നും വേണ്ടി വന്നാൽ ഇവിടെ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ ഭാഗമായിട്ട് ശക്തമായിട്ട് ശോഭയുണ്ടാകും എന്നും മനസ്സിലാക്കിക്കൊണ്ട്, ഇത് ഞാൻ എന്നെക്കുറിച്ച് പറയുന്നതല്ല, അത് എന്തിനു വേണ്ടിയിട്ടാണ്? ജോലിയാണത്. അത് ഒരു ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ജോലികളാണ്. അതിൽ ഓരോ നിമിഷവും, ഓരോ മണിക്കൂറും, അല്ലെങ്കിൽ എപ്പോഴും അവരുടെ കൂടെ നിതാന്തമായിട്ട് ഞാനുണ്ടാകും. എനിക്ക് വേറെ ജോലിയൊന്നുമില്ലല്ലോ, ഞാൻ മുഴുവൻ സമയ പ്രവർത്തകയാണ്. ഞാൻ ആകെ ചെയ്യുന്നത് ഒരു കർഷക സ്ത്രീ എന്നുള്ള ആ നിലപാടിൽ നിന്നുകൊണ്ട് കൃഷി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന വലിയ രീതിയിൽ തന്നെ
ഞാനും എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ഒരുപാട് സ്ത്രീകളും ചേർന്ന് കാർഷിക മേഖലയെ ഉപേക്ഷിക്കാത്ത ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്ക് ഇവരുടെ വികാരങ്ങളും വിചാരങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം നമ്മുടെ ISROയിൽ നിന്ന് വന്നിട്ടുള്ള ഡയറക്ടർ, അദ്ദേഹം ഇവിടെ വ്യാപകമായിട്ട് ആളുകളുമായിട്ട് ചർച്ചകൾ നടത്തുന്നു. നമ്മുടെ കൂടെ ഒരു ടീം ആളുകൾ പ്രവർത്തിക്കുന്നു. അവരെല്ലാം തന്നെ പാലക്കാടിൻ്റെ വികസന കാഴ്ചപ്പാടിൽ ഊന്നി നിന്നുകൊണ്ട് ജനങ്ങളുമായിട്ട് ഒരു മാസത്തോളം സമയമായിട്ട് അവർ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങളിൽ നിന്ന് പരാതികൾ വാങ്ങുന്നു. ഓരോ പഞ്ചായത്തുകളിലും നമ്മൾ സന്ദർശിക്കുന്നു. അപ്പോൾ ഇവിടെ ജനങ്ങൾക്ക് വേണ്ടത് ഒരു മാറ്റമാണ്. ആ മാറ്റം പാലക്കാട് നമ്മൾ ഉണ്ടാക്കും. ആ മാറ്റം തന്നെയാണ് കേരളവും ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ നമ്മൾ മാറാത്തത് മാറും എന്നുള്ള മുദ്രാവാക്യത്തെ ഈ തെരഞ്ഞെടുപ്പോടുകൂടി മാറാത്തത് മാറ്റും എന്ന ആ തീരുമാനത്തിലേക്ക് വരുത്താൻ ജനം തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. വികസനത്തെക്കുറിച്ചാണ് കൃത്യമായിട്ട് പറയുന്നത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനാണെങ്കിലും ശോഭാ സുരേന്ദ്രനാണെങ്കിലും ഒക്കെ പറയുന്നത് വികസനമാണ്. നേരത്തെ അഡ്രസ്സ് ചെയ്ത ഒരുപാട് വിഷയങ്ങൾ, ആ കുട്ടിയുടെ കൈമുറിച്ച വാർത്ത ജനം TV-യാണ് പുറം ലോകത്ത് എത്തിച്ചത്. അതുൾപ്പെടെയുള്ള വിഷയങ്ങൾ, മോയിൻസ് സ്കൂൾ ഡിജിറ്റലൈസേഷൻ ആണെങ്കിലും ഒക്കെ. പക്ഷേ ഈ UDF സ്ഥാനാർത്ഥിയും മറ്റൊക്കെ ഭാഗത്തു നിന്ന് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു. വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു UDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തെയൊക്കെ കാണുന്നത്? അല്ല, UDF സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹത്തെ പാലക്കാടിലെ കോൺഗ്രസ്സുകാർ പോലും കാണുന്നില്ലല്ലോ. കാരണം അത് നമുക്ക് ഇവിടെ അദ്ദേഹം വന്നിറങ്ങിയ ദിവസം മുതൽ ഇതുവരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇവിടെ എത്രയോ പരിണിതപ്രജ്ഞരായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി കഠിന പ്രയത്നം ചെയ്ത ആളുകളുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് പോലും സീറ്റ് കൊടുക്കാതെ ഒരു അദൃശ്യ ശക്തി ഒരു നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് ഇവരാരും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥാനാർത്ഥി ഇവിടെ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മളല്ലല്ലോ പറയുന്നത്. മാധ്യമപ്രവർത്തകർക്ക് അത് വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കും. മാത്രവുമല്ല, ഈ സ്ഥാനാർത്ഥിയോട് പാലക്കാടിലെ ജനങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചാലോ ഒരു ചോദ്യം, ആ ചോദ്യത്തിന് പോലും അദ്ദേഹം ഉത്തരം പറഞ്ഞ എന്തായിരുന്നു? അതായത് ഇവിടെ സ്ത്രീത്വത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിലപാടെടുക്കേണ്ട ഒരു വ്യക്തി, അല്ലെങ്കിൽ UDFൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ വന്നിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം പറയേണ്ട മറുപടിയാണോ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം ചർച്ച ചെയ്യുന്നത് ഇവിടുത്തെ വേദനിക്കപ്പെടുന്ന അമ്മമാരെക്കുറിച്ചല്ല, സ്ത്രീകളെക്കുറിച്ചല്ല, പെൺകുട്ടികളെക്കുറിച്ചല്ല, അല്ലെങ്കിൽ ഇവിടുത്തെ വികസനത്തെക്കുറിച്ചല്ല. എന്താ ചർച്ച ചെയ്തത്? ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ പാലക്കാട്ടുകാർക്ക് വേണ്ടിയിട്ട് പാലക്കാട്ടുകാർക്ക് വേണ്ടി ഇന്ന വികസനം കൊണ്ടുവരുമെന്നൊന്നും അദ്ദേഹം ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ പക്ഷേ നമ്മൾ പറയുന്നത് എന്താണ്? നമ്മൾ MLA ആയി കഴിഞ്ഞാൽ കേവലം 30 ദിവസം പോലും വേണ്ട 700 കോടിയുടെ പദ്ധതി, അത് 700 കോടിയുടെ പദ്ധതി, അതിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് പദ്ധതികൾ ഉണ്ടായിരിക്കും, കേന്ദ്രത്തിൻ്റെ എയ്ഡുമായിട്ട് നടക്കുന്ന പദ്ധതികൾ ഉണ്ടായിരിക്കും. 700 കോടിയുടെ പദ്ധതിയെ നമ്മൾ അഡ്രസ്സ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ പാലക്കാടിലെ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പാലക്കാടിലെ ജനങ്ങൾക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള അബദ്ധജടിലമായിട്ടുള്ള വാക്കുകളല്ല. അവർക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി എന്തു ചെയ്യും, ഞങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് വേണ്ടി എന്തു ചെയ്യും, ഞങ്ങളുടെ വികസനത്തിന് വേണ്ടി എന്തു ചെയ്യും, ഞങ്ങളുടെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി എന്തു ചെയ്യും. ഇപ്പോൾ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് എന്തു ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ലല്ലോ. നഗരസഭ എത്രയും ബുദ്ധിമുട്ടിക്കൊണ്ട് കൃത്യതയോടുകൂടി നടപ്പിലാക്കുന്ന കാര്യങ്ങളിൽ പോലും സംസ്ഥാനത്തിൻ്റെ എയ്ഡ് വയ്ക്കുന്നില്ല. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ ഏറ്റവും കൂടുതൽ വീടുകൾ കേരളത്തിൽ കൊടുത്തിട്ടുള്ള ഒരു പ്രദേശമല്ലേ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി? ആ മുനിസിപ്പാലിറ്റിയിലെ പ്രധാനമന്ത്രി ആവാസ് യോജന വീടുകളിലൂടെ വീട് കിട്ടിയിട്ടുള്ള ഉപഭോക്താക്കൾ ഇവിടെയില്ലേ? 300-ലധികം വരുന്ന പദ്ധതികളിൽ എത്രയോ പദ്ധതികൾ നമുക്ക് ആവിഷ്കരിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊന്നും ചർച്ച ചെയ്യാൻ സാധിക്കാത്ത, അതിനെല്ലാം തന്നെ വിഘാതം സൃഷ്ടിക്കുന്ന ഈ LDFും UDFും വികസന അജണ്ടയിൽ നിന്ന് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പാലക്കാട് മണ്ഡലത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഈ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ വോട്ടുകൾ, ഇതൊക്കെ ഇത്തവണ BJP പാളയത്തിലേക്ക് എത്തുന്നു കരുതുന്നു. കാരണം നമ്മൾ തന്നെ പുറത്തിറങ്ങുമ്പോൾ ചുമട്ടുതൊഴിലാളികൾ LDFൻ്റെ, അതല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആളുകൾ, അവരൊക്കെ ശോഭാ സുരേന്ദ്രൻ എന്ന പേര് പറയുന്നത് കേൾക്കുന്നുണ്ട്. മുൻപൊന്നും ഇല്ലാത്ത തരത്തിൽ BJPക്ക് ഒരു സ്വീകാര്യത ലഭിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഓരോ ദിവസവും LDFിൽ നിന്ന്, അതായത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും CPIയിൽ നിന്നും കോൺഗ്രസിൽ നിന്നുമുള്ള ആളുകളെ സ്ഥാനാർത്ഥി സ്വീകരിക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകന്മാർ എന്തുകൊണ്ടാണിത് പാലക്കാട് ചർച്ചയാക്കാത്തത് എന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല. മുൻ കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ മകൻ തന്നെ സംസാരിച്ച വാക്കുകൾ ഇവിടെ പുറത്തു വന്നിട്ടുണ്ട്. എൻ്റെ അച്ഛൻ മുൻകാലങ്ങളിൽ കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. പക്ഷേ എനിക്ക് ഈ BJPയിൽ വിശ്വസിക്കാനാണ് ഇഷ്ടം എന്ന് പറയുന്ന ആളുകൾ, മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് 30-40 ആളുകൾ വരെ നമ്മുടെ കൂടെ വരികയും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊന്നും തന്നെ വാർത്തയാകുന്നില്ല. ഇവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അജണ്ട രൂപവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് അജണ്ട? ആ അജണ്ട എന്ന് പറയുന്നത് ഇത്തവണ ശോഭാ സുരേന്ദ്രൻ നിയമസഭയിൽ ഉണ്ടാകണം. അത് നിയമസഭയിൽ ഉണ്ടാകേണ്ടത് കോൺഗ്രസ്സുകാരുടെയും മാർക്സിസ്റ്റുകാരുടെയും ആവശ്യമാണ് എന്നുള്ളത് പാലക്കാടിലെ ജനത ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ പ്രതിധ്വനിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് ഈ LDF സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ
കൃത്യമായിട്ട് അവരൊരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് സംബന്ധിച്ച് BJPക്ക് ഒരിക്കലും പറയാൻ കഴിയില്ലല്ലോ. അവർ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സ്വീകാര്യത എന്ന് പറയുന്നത് ഈ ന്യൂനപക്ഷ വോട്ടുകൾ അവിടെ അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരുപാട് സമാഹരിക്കാൻ കഴിയും. അതുകൊണ്ട് ആ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ UDF പലതരത്തിലുള്ള കാര്യങ്ങളുമായി രംഗത്ത് വരുന്നുണ്ട്. അപ്പം വിവാദം സൃഷ്ടിച്ച് തെറ്റായ ഒരു നറേറ്റീവ് സമൂഹത്തിന് മുന്നിൽ വയ്ക്കുക എന്നുള്ളത് അത് ഒരു അജണ്ടയുടെ ഭാഗമാണ്. അല്ല, വിവാദം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ VD സതീശന് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടു, പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ കോൺഗ്രസ്സിന് അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ പിന്നെ എന്താ കാണുന്നത്? അപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയുടെ മുന്നേറ്റം കണ്ട് ആ മുന്നേറ്റത്തിൽ ഭയപ്പെട്ടുകൊണ്ട് BJP തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യത്തെ ലാപ്പിൽ തന്നെ BJP വിജയിച്ച ഒരു കാഴ്ച പാലക്കാട് നിന്ന് കാണുന്ന സമയത്ത് എന്ത് ഉത്തരമാണ് അതിന് കൊടുക്കാൻ സാധിക്കുക? ഉത്തരം കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് അവർ ഇത്തരം ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്നത് ഒരു ഏറ്റവും പ്രഗത്ഭമതിയായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ലീഡറായിരുന്ന പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ നല്ല നേതാക്കന്മാരിൽ വിരലിലെണ്ണാവുന്ന ആളുകളിൽ ഒരാളായിരുന്നല്ലോ ശ്രീമാൻ G. സുധാകരൻ. അദ്ദേഹത്തെ എന്താണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്തത്? അദ്ദേഹത്തെ നേരിട്ട് മുഖത്ത് നോക്കി കർണക്കുട്ടിക്കടിച്ച് പറയേണ്ട ഒരു വാക്ക് അത് പ്രസംഗത്തിലൂടെ പറയുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്ര കണ്ട് മാർക്സിസ്റ്റ് പാർട്ടി തകർന്നു പോയിരിക്കുന്നു കേരളത്തിൽ എന്നുള്ളതാണ്. ആ തകർന്നു പോയ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ജനാധിപത്യത്തെയും സോഷ്യലിസത്തെയും മുന്നിലേക്ക് എടുക്കാൻ, അല്ലെങ്കിൽ അതിനെ മുന്നിൽ നിന്നുകൊണ്ട് നയിക്കാൻ സാധിക്കാത്ത ഒരു പ്രസ്ഥാനത്തിലെ നല്ല ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചിട്ടുള്ള നല്ല സഖാക്കന്മാർ അവർ നാളിത്രയും പ്രവർത്തിച്ച എന്തിനാണ്? 10-60 വർഷക്കാലത്തിലധികം വരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയം തന്നെ ഈ സാമ്രാജ്യത്വ കുത്തക ശക്തികൾക്ക് ജോലി ചെയ്യുന്ന കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ എന്നായിരുന്നുവെങ്കിൽ ഇന്ന് കോൺഗ്രസിന് വിരുദ്ധമായിട്ട് UDFനോ LDFനോ ബദൽ അവർ പരസ്പരമല്ല. LDFന് ബദൽ കോൺഗ്രസ് അല്ല, കോൺഗ്രസിന് ബദൽ മാർക്സിസ്റ്റ് പാർട്ടിയുമല്ല എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ നഗരസഭ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ്. അത് LDF ഭരിച്ചുകൊണ്ടിരുന്ന ഒരു നഗരസഭയാണ്, ഏറ്റവും വലിയ നഗരസഭയാണ്. അപ്പോൾ അതിന് ബദൽ BJP ആണ് എന്ന് ബോധ്യപ്പെട്ടു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പരിശോധിച്ച് നോക്കിയാൽ BJPയുടെ വലിയ മൂവ്മെൻറ്റ് നടക്കുകയാണ്. എത്രയോ പഞ്ചായത്തുകളിൽ നമുക്ക് ജനം ഭരണം തന്നു. ഇടതുപക്ഷത്തിൽ നിന്ന് നമ്മൾ ആ ഭരണം ഏറ്റുവാങ്ങി, കോൺഗ്രസിൽ നിന്നും നമ്മൾ ആ ഭരണം ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിൽ കേരളത്തിൽ BJPയിലേക്ക് ഒരു ഒഴുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീമാൻ നരേന്ദ്രമോദിജി പറഞ്ഞതുപോലെ അന്ന് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ജനങ്ങളുടെ വോട്ടിനെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് മോദിയാണ് ഗ്യാരണ്ടി എന്നുള്ള പോയിന്റിൽ വിശ്വസിച്ചുകൊണ്ട് കേരളത്തിൽ വ്യാപകമായിട്ടുള്ള ഒരു മാറ്റം ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് മാറും. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു അവസരമാണ്. ആ അവസരത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടി പാലക്കാട് നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ എത്രയും മുന്നേ തയ്യാറായി എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കാൻ ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ കൂടുതലൊന്നും കാണിക്കേണ്ട കാര്യമില്ല. ഞാൻ പാലക്കാടിലെ മാധ്യമ പ്രവർത്തനം നടത്തുന്ന മാധ്യമ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഉള്ള കാര്യങ്ങൾ പോലും അത് ജനങ്ങളിലേക്ക് കൺവേ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നത് അത് ശരിയല്ല എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രി വന്നു. അപ്പോൾ മുഖ്യമന്ത്രി വന്ന സമയത്ത് മുഖ്യമന്ത്രി എന്താണ് പ്രസംഗിച്ചത്, മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത് എന്നുള്ളത് കേരളം അറിയണ്ട എന്ന് കരുതിയാൽ അത് ഒരു തെറ്റാണ് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. വളരെ തിരക്കിട്ട സമയമാണ്. അതിനിടയിൽ ജനം ടിവിക്ക് വേണ്ടി ഇത്രയും സമയം അനുവദിച്ചതിന് വളരെ നന്ദി. കൃത്യമായ വികസനം എന്ന കാഴ്ചപ്പാടാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. 700 കോടി രൂപയുടെ വികസനം ഉൾപ്പെടെ പാലക്കാട് കൊണ്ടുവരുമെന്നുൾപ്പെടെ അവർ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും വിവാദങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഇടത് വലത് മുന്നണികളുടെ ഭാഗത്തു നിന്നും വലിയ ശ്രമം ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് വികസനം എന്ന ഒറ്റ കാര്യം മാത്രം ആവർത്തിച്ച് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് എന്നുള്ളതാണ്.